എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മളിന്നൊരു പായസമാണ് വെക്കാൻ പോകുന്നത് 4 മണിക്ക്. അതിന് പച്ചരി, നല്ല പച്ചരി, അത് പിന്നെ ചെറുപയർ വറുത്ത് പൊടിച്ചത്, ചെറുപയർ വറുത്ത് പൊടിച്ചത്, പിന്നെ ശകല സാവുത ചവ്വേരി വറുത്ത് ഇത് വെള്ളത്തിലിട്ട് കുതിർത്ത് അരമണിക്കൂർ വെള്ളത്തിലിട്ട് നെയ്ക്ക് ഒഴിച്ച് കഴുകി വൃത്തിക്ക് കഴുകണം. കഴുകി ഇതിനകത്ത് നെകത്തിക്ക് വെള്ളം ഒഴിച്ച് വെച്ച് അത് കുതിർന്ന് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇത് മൂന്നും കൂടി ഇട്ട് അതിന് പായസം വെക്കുന്നു. പിന്നെ അതിന് വേണ്ടുന്ന പാല് അടപ്പേ വെച്ചിട്ടുണ്ട്. നമ്മൾ പാൽ അടപ്പേ വെച്ചിട്ടുണ്ട്. അത് കിടക്കും. പാലുണ്ട്, പാല്. പിന്നെ നമുക്കതിന് വേണ്ടുന്നത് ഇത് കിസ്മിസ്, ഇത് അണ്ടിപ്പരിപ്പ്, ഇത് തേങ്ങ വറുത്തിടാൻ തേങ്ങാക്കൊത്ത്, നെയ്യ്, ഇത് മിൽക്ക് മേഡ്, അത് ശകലം ലാസ്റ്റിലൊഴിക്കണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിനകത്ത് വേണ്ടുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് കുക്കറിനകത്തോട്ട് അരി ഇടുക. ആദ്യം ചെറുപയർ നല്ലപോലെ വറുത്ത് അലവാക്കി കഴിയുമ്പോൾ അത് നമ്മൾ അലവാക്കിയിട്ട് അത് പാറ്റി പറക്കി വെച്ചിരുന്ന പച്ചരിയും കൊണ്ട് നല്ലപോലെ കഴുകി നമ്മളത് ശർക്കര ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി വേവാണ്. അതുകൊണ്ട് വെള്ളം മാത്രം ഒഴിച്ച് വേവത്തക്ക പോലെ വെള്ളം ഒഴിച്ച് ചവ്വരി ലാപ്പിലിട്ടാണ് ചവ്വൽ ചെയ്യും. പിന്നെ പാല് വാങ്ങി വെക്കട്ടെ. പാല് തിളച്ചതാണ്. ഇനി അതേലോട്ട് നമുക്ക് ശർക്കര മെൽറ്റാക്കാം. ശർക്കര മെൽറ്റായി കഴിയുമ്പോൾ നമുക്ക് ഇത്രയും സാധനം കൂടെ ഒന്ന് വറുത്തെടുക്കണം. അണ്ടിപ്പരിപ്പും ഇതെല്ലാം കൂടെ വറുത്തെടുത്ത് നമുക്ക് ഇതിനകത്തിലാണ് വെക്കുന്നത്. ഈ പാത്രം നല്ല പാത്രം. ഇതിനകത്തോട്ട് നമുക്ക് വറക്കാം. നെയ്യൊന്നും മെൽറ്റ് ആവട്ടെ. ഈ നെയ്യ് നമ്മൾ പാലിനകത്തുനിന്ന് പാടെ എടുത്ത് വെച്ച് ഞാൻ അടിച്ചെടുത്ത നെയ്യാണ്. കടയിലെ നെയ്യല്ല, നമ്മൾ ഉണ്ടാക്കിയ നെയ്യാണ്. ഇഷ്ടമില്ല. നമ്മുടെ ശർക്കര പാനി റെഡിയായിട്ടുണ്ട്. അതിനൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുപ്പയിലോട്ട് നെയ്യ് ഒഴിച്ച് വെച്ചേക്കുക. നെയ്യ് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം. സ്റ്റൗ കത്തിച്ചു. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് തേങ്ങാക്കൊത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. പായസമൊക്കെ വെക്കാൻ നല്ല പാത്രം.
തേങ്ങാക്കൊത്ത് പോത്ത് അതിനകത്തോട്ട് അണ്ടിപ്പരിപ്പിടുക. അണ്ടിപ്പരിപ്പിടുക. അണ്ടിപ്പരിപ്പ് മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിസ്മിസ് ഇടാം. തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്കിത് പോരാം. അപ്പം അത് കോരി നമുക്ക് ശർക്കരപ്പാനി അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. ശർക്കരപ്പാനി ഒഴിക്കുന്നത് കല്ലും കച്ചയും മണ്ണും ഒക്കെ ഉണ്ടെങ്കിൽ ഇത്രയും വേസ്റ്റ് ഉണ്ടായിരുന്നു. എന്താ ഇത്രയും വേസ്റ്റ് ഉണ്ടായിരുന്നു നാട്ടിൽ. നമുക്ക് അതിനകത്തോട്ട് ആദ്യം ഈ കുതിർത്ത് വെച്ചേക്കുന്ന ചവ്വരി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസം ആയതാണ്. ഇപ്പോഴും വിചാരിക്കും എടുക്കണം. ആ കൂട്ടത്തിൽ നമുക്ക് ഈ വെന്ത് വെച്ചേക്കുന്ന ചെറുപയറും പച്ചരിയും കൂടെ വെന്ത് വെച്ചതാണ്. നെല്ല് കുത്തിയ പച്ചരിയാണ്, അല്ല നമ്മൾ റേഷൻ കടയിലെ അല്ല, പായസത്തിൻ്റെ പച്ചരിയാണ്. നല്ലപോലെ വെന്തിട്ടുണ്ട്. എല്ലാം കൊടുത്ത് ഇരിക്കുന്നു. ഇതുകൊണ്ട് തന്നെ നമുക്ക് ഇളക്കാം. ഈ കുറച്ച് വെച്ച് ഇല്ലേ അടിയിൽ പിടിക്കും. കുറച്ച് നേരം ഇളക്കിയിട്ട് പിന്നെ നമുക്ക് വെള്ളം ഒഴിക്കും. പാലൊഴിക്കും. നല്ല പാൽ. ഇനി വെള്ളം ഒഴിക്കത്തില്ല. ഈ പാലേ ഒഴിക്കും.
പാലൊഴിച്ചു, കുറച്ച് പാലൊഴിച്ചു. കണക്കട്ടെ. കൊള്ളുപോന്ന് അറിയത്തില്ല. കുറേശ്ശെ പാലൊഴിച്ചു. തിളച്ച് തുടങ്ങി. ചവ്വരി ഇട്ടുകൊണ്ട് ഇത് കൊഴുപ്പ് കൂടുതലാണ്, ചവ്വരിക്ക് കൊഴുപ്പ് കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് പാലൊഴിച്ച് കുറേശ്ശെ കൊടുക്കണം. പണ്ടൊക്കെ ആയിരുന്നു പായസം ഉണ്ടാക്കാൻ എന്ത് താമസമൊക്കെ. ഇപ്പം എളുപ്പമെന്നെല്ലാം പായസം ഉണ്ടാക്കും എല്ലാവരും. ഇപ്പോൾ വേണമെന്ന് വെച്ചാൽ അന്നേരം ഉണ്ടാക്കി കുടിക്കും. പണ്ടത്തെ പോലല്ലല്ലോ ഇപ്പം. ഭയങ്കര ചൂടാണ്, നിൽക്കാൻ വയ്യ അതിനകത്ത്. ലൈറ്റ് കിട്ടും. ചെറുപയറും അരിയും കൂടെ മാത്രം ഇട്ട് വെക്കും. ഇതിപ്പോൾ ചവ്വരി ഇരുന്നത് കൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടില്ല. ഞാൻ ഇതിൻ്റെ കൂടെ ഇടത്തില്ല, അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച്. ചവ്വരി മാത്രം ഇട്ട് പായസം വെക്കാനുള്ളതില്ല. അപ്പം ഞാൻ കണ്ടു ഇതെല്ലാം കൂടെ അങ്ങ് കിടക്കട്ടെ, എല്ലാം കൂടെ വെന്ത് കളയണ്ടല്ലോ. ലാസ്റ്റ് ഏലക്കായും ഇച്ചിരി ജീരകവും കൂടെ പൊടിച്ചിടും, മിൽക്ക് മെയ്ഡ് ഒഴിക്കും. അപ്പോൾ നമ്മുടെ പായസം ഫിനിഷാകും. കുറച്ച് നേരം ഇളകട്ടെ. ഇത് ഇരുന്നിരുന്ന് കൊഴുക്കും എന്ന് വെച്ചാൽ ചൊവ്വരി ഇട്ടതുകൊണ്ട്. ഞാൻ പാത്രം മാറ്റി, അതിനകത്ത് കൊള്ളത്തില്ലായിരുന്നു. കൊഴുത്ത് വരിക. അതുകൊണ്ട് ഞാൻ വേറെ പാത്രമാക്കി. ഇടയ്ക്ക് എടുക്കട്ടെ. ശകലം ജീരകവും കൂടെ പൊടിക്കും. ചീത്താവി കിട്ടിയിട്ട് അടിയിലിട്ട് പോറിക്കൽ. ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ ഇടും, അടിയിലിട്ട് പോറിക്കത്തില്ല.
പോയി കഴിഞ്ഞാൽ പോയി. ഞാനിത് പൊടിക്കട്ടെ. എന്തുവാണ് ഇതിവിടെ തിളച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ഇത് നല്ലപോലെ രണ്ട് തിളക്കട്ടെ. ഒരു പാത്രം നമുക്ക് തിളച്ചെടുത്തിട്ട് ഇത് വിട്ട് നല്ലപോലെ 2-3 തിളയോടെ തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ പായസം റെഡിയാവും. ഇത് പായസം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതെങ്ങനെ ആദ്യം കുക്കറിനകത്തിൽ പരിപ്പും ചെറുപയറിൻ്റെ പരിപ്പും അരിയും കൂടി ഇട്ട് വേവിക്കണം നല്ലപോലെ. ചക്കരയുണ്ട്, ചക്കര ഇട്ടാൽ ഭയങ്കര വേവായിരിക്കും. ഈ ഗ്യാസ് ഇല്ലാത്ത സമയത്ത് അതിന് വേവാനുള്ള വെള്ളം ഒഴിച്ച് വെച്ച് അടച്ച് അത് വേവിച്ച് ചവ്വരി വേണമെങ്കിൽ അതൊരു കഴുകി നല്ല വൃത്തിക്ക് കഴുകിയിട്ട് അതിൻ്റെ നെകയ്ക്ക് എത്രയും ചവ്വരി ഉണ്ടോ അത്രയും ചവ്വരിയുടെ നെകയ്ക്ക് വെള്ളം ഒഴിച്ച് വെക്കുമ്പോൾ ആ ചവ്വരി എല്ലാം വെള്ളം കുടിച്ചിട്ട് അത് പൊങ്ങി നല്ല ഇതായിട്ട് വരും. അത് ചവ്വരി വേണമെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ ചെറുപയറും പച്ചരിയും കൂടെ വേവിച്ച് നമ്മൾ ശർക്കര മെൽറ്റാക്കി അത് അരിച്ച് ഒഴിച്ച് അതിനകത്തോട്ട് ഇട്ട് പിന്നെ കിസ്മിസ് നട്ട്സും ഇച്ചിരി ഏലക്കായും എല്ലായിടത്തും ഒന്നും ഇത് കാണത്തില്ല, മിൽക്ക് മേഡൊന്നും കാണത്തില്ല. മിൽക്ക് മേഡ് വേണ്ട, ശർക്കര മതി. ഞാൻ പിന്നെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒഴിക്കുന്നുണ്ടായിരുന്നു. നാൾക്ക് സേമിയ വെച്ചപ്പോൾ ഒഴിച്ചപ്പോൾ അതിൻ്റെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ കാണണം, എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇത് ഉണ്ടാക്കി നോക്കണം, ഉണ്ടാക്കി കുടിച്ചിട്ട് ഇത് നല്ല അടിപൊളി പായസം. ഇനിയിപ്പോൾ നമുക്ക് നല്ലപോലെ തിളച്ചു മിൽക്ക് മേഡ് ഒഴിക്കേ.
ശരിക്കും എന്നിട്ട് പറന്ന് കഴിഞ്ഞാൽ പിന്നെ ഇത് കൊള്ളത്തില്ല. ഇത് വെച്ചേക്കാം, ഇരുന്നാൽ അഴുക്കായി പോകും. അപ്പോൾ ഇത് മതി. അപ്പം അത് റെഡിയായി. ഇനി നല്ലപോലെ തിളച്ച് ഇനി നമുക്ക് നട്ട്സ്, കിസ്മിസ്, തേങ്ങ ഇത്രയും വറുത്ത് വെച്ചേക്കുന്നത് അതങ്ങോട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. അത് റെഡിയായി. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം പായസം. ഇനി നമുക്ക് ലാസ്റ്റിൽ ഓഫ് ചെയ്തിട്ട് ഏലക്കായ ഇടാം. ഓക്കെ, അപ്പോൾ പായസം റെഡി. പായസം നമുക്കൊന്ന് കുടിച്ച് നോക്കാം. അടിപൊളി പായസം. അടിപൊളി പായസം കണ്ടോ, നല്ല പായസം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ബായ്. ഞങ്ങൾ കുടിച്ച് നോക്കട്ടെ.